ദയവ് ചെയ്ത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യല്ലോ കേട്ടോ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. അപ്പോൾ ഞാനിത് ഡെലിവറി കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴത്തെ വീഡിയോയാണ്. പക്ഷേ എനിക്ക് മൈക്ക് ഇല്ലാത്തതുകൊണ്ട് വോയിസിന് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തില്ല. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകുന്നതിന് മുമ്പായിട്ട് ഇത് പറയണമെന്ന് തോന്നി. ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ട് മേടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ബോണിന് വേണ്ടിയിട്ട് മേടിച്ചത് പാമ്പേഴ്സ് ആയിരുന്നു. അത് ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തത്. അപ്പം പാമ്പേഴ്സിന് ഏറ്റവും റേറ്റ് കുറവ് മീഷോയിലാണ്. ഇച്ചിരി നേരത്തെ ഓർഡർ ചെയ്യണം, ഡിലേ ആണ്. മാത്രമല്ല ആദ്യം മേടിക്കുമ്പോൾ നമ്മളെപ്പോഴും കുഞ്ഞിനെ ടേപ്പ് ചെയ്യുന്നത്, അതായത് വലിച്ചൊട്ടിക്കുന്ന ടൈപ്പ് വേണം മേടിക്കാൻ. പാൻസ് പോലത്തേത് മേടിക്കരുത്. എന്നിട്ട് പിന്നെ ഞാൻ മേടിച്ചതെന്ന് പറഞ്ഞാൽ ന്യൂ ബോണിൻ്റെ ഒരു യെല്ലോ കളറിലുള്ള പാക്കറ്റായിരുന്നു. പക്ഷേ എനിക്കിത് ഗിഫ്റ്റ് കിട്ടിയതാണ് കുഞ്ഞിന് വേണ്ടിയിട്ട്, അതായത് പാമ്പേഴ്സിൻ്റെ പ്രീമിയം. എനിക്ക് അതിന് ശേഷമാണ് മനസ്സിലായത്, നിങ്ങൾ ദയവ് ചെയ്ത് വില കമ്പയർ ചെയ്ത് അന്നേരം നോക്കിയിരിക്കല്ല. നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ആദ്യത്തെ 1 മാസം ഈ പാമ്പേഴ്സിൻ്റെ പ്രീമിയം തന്നെ മേടിക്കണം. കാരണം എന്തൊരു സോഫ്റ്റ് ആണെന്ന് അറിയാമോ. ഫെദർ ടച്ച് എന്നൊക്കെ പറയത്തില്ലേ, തൂവൽ സ്പർശം, അത്രയ്ക്ക് സോഫ്റ്റാണ്. അത് തീർച്ചയായിട്ടും ഉപയോഗിക്കുക. പിന്നെ ഏത് ഡയപ്പർ ഉപയോഗിച്ചാലും കുഞ്ഞുങ്ങൾക്ക് റാഷസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാനായിട്ടൊരു ഡയപ്പർ റാഷസ് ക്രീം കൂടെ നിങ്ങൾ കരുതിയിരിക്കണം. ഞാനൊരു ഹിമാലയയുടെ ഒരു ഡയപ്പർ റാഷസ് ക്രീമാണ് മേടിച്ച് വെച്ചിരുന്നത്. അതൊന്നും പറയാനല്ല ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തത്, അത് ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ഈ പാമ്പേഴ്സ് ഉപയോഗിച്ചതിന് ശേഷം ഇത് ഡിസ്പോസ് ചെയ്യുന്ന ഒരു മാർഗ്ഗം, അത് വളരെയധികം ദോഷം നമ്മുടെ പ്രകൃതിക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴും ഞാനത് ഒരുപാടടുത്ത് കണ്ടു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അതായത് പാമ്പേഴ്സ് ഉപയോഗിച്ചതിന് ശേഷം ആൾക്കാർ അത് ചാക്കി കെട്ടി പലരുടെയും പറമ്പിലേക്ക് ഉപേക്ഷിക്കുക, ആൾ താമസമില്ലാതെ കിടക്കുന്ന പറമ്പിലേക്കും വനത്തിൻ്റെ സൈഡിലും ഒക്കെ ഉപേക്ഷിച്ചിട്ടേക്കുന്ന കണ്ടിട്ടുണ്ട്. അതൊക്കെ റോഡിൽ വീണ് പൊട്ടി നാശമായി പ്രകൃതിക്കും മനുഷ്യർക്കും എല്ലാം ദുരന്തമായിട്ട് കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാനത് ഡിസ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലെ അതായത് അപ്പിയൊക്കെ കഴുകി കളഞ്ഞ് ഒന്നുകിൽ തുണി ഉലയ്ക്കുന്ന വെള്ളത്തിലോ അല്ലെങ്കിൽ സോപ്പ് വെള്ളത്തിലോ കഴുകി കളയും. എന്നിട്ട് ഇതിനകത്തിലെ ജെല്ല് പൊട്ടിച്ചങ്ങിട്ടിട്ട് അത് മൊത്തവും എന്ത് ചെയ്യും, അത് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ആ പേപ്പർ പോലത്തെ, അതായത് ആ കവറിങ് അങ്ങ് മാറ്റി വെക്കും. എന്നിട്ട് ഈ ജെല്ലെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് മൂത്രമേ കുഞ്ഞിനെ നിറഞ്ഞിട്ടുള്ളെങ്കിൽ നമ്മൾ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്താൽ ബാക്കി ജെല്ലൂടെ അങ്ങ് വീർത്ത് വരും കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മളിത് പൊട്ടിച്ചിട്ടിട്ട് അതിലേക്ക് അതായത് ബക്കറ്റ് നിറയെ കാണും, 3-4 പാമ്പർ പൊട്ടിക്കുമ്പോൾ ബക്കറ്റ് നിറയെ കാണും. എന്നിട്ട് ഒരു കൈപ്പിടി കല്ലുപ്പ് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കും. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് നല്ല സൂപ്പറായിട്ട് വെള്ളമായിട്ട് അങ്ങ് മാറും. എന്നിട്ട് നമ്മുടെ പറമ്പിൽ കാട് കിളിച്ചിരിക്കുന്നതിന് അതിലോട്ട് കൊണ്ടുപോയി അങ്ങോട്ട് ഒഴിക്കുമ്പോൾ ആ കാടും കരിഞ്ഞു പോകും. അന്യർക്കും, അതായത് അയൽക്കാർക്കും ദോഷമില്ല, പ്രകൃതിക്കും ദോഷമില്ല, നമുക്കും ദോഷമില്ലാത്ത രീതിയിൽ ഈ കാര്യം അങ്ങ് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. അപ്പം ദയവ് ചെയ്ത് അന്യരുടെ പറമ്പിലോട്ടും റോഡരികിലും മൃഗങ്ങൾക്ക് ദോഷം ഉണ്ടാകുന്ന രീതിയിൽ വനപ്രദേശങ്ങളിലേക്കൊക്കെ ഇത് വലിച്ചെറിയാതിരിക്കുക. നമുക്ക് പൈസ ഉണ്ടായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടും മറ്റുള്ളവരെ സഹായിക്കാമെന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആരെയും സഹായിച്ചില്ലെങ്കിൽ പോലും നമ്മളൊരു മനുഷ്യന് ദോഷം ചെയ്യാതിരിക്കുക, നമ്മുടെ പ്രകൃതിക്ക് ദോഷം ചെയ്യാതിരിക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രകൃതിക്ക് ദോഷം ചെയ്യുമ്പോഴാണ് നമ്മുടെ സന്തുലിതാവസ്ഥ നശിക്കുന്നത്, നമുക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നതും പ്രകൃതി നാശം ഉണ്ടാകുന്നതും. അപ്പം തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും കാണുന്നവരേക്കും ബൈ ബൈ.